ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോ ഞാൻ കാണിക്കുന്നത് മെയിൻ ആപ്ലിക്കൻറ്റിന് ILR കിട്ടിയ ശേഷം നമ്മുടെ ഡിപ്പെൻഡൻറ്റിന് എങ്ങനെയാണ് നമ്മൾ വിസ റിന്യൂ ചെയ്യുന്നതെന്നാണ്. ഗൂഗിളിൽ പോയിട്ട് PBS ഡിപ്പെൻഡൻറ്റ് വിസ എക്സ്റ്റൻഷൻ സ്റ്റേ എന്നുള്ളത് നമ്മൾ സെർച്ച് ചെയ്യുക. ഞാൻ ഈ വീഡിയോയുടെ താഴെയായിട്ട് അതിന് ലിങ്ക് കൊടുക്കുന്നതാണ്. ഇനി ലിങ്ക് നോക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ലിങ്ക് ഓപ്പൺ ചെയ്യും. അപ്പോൾ സ്കിൽഡ് വർക്ക് വിസയുടെ അണ്ടറിൽ യുവർ പാർട്ട്ണർ ആൻഡ് ചിൽഡ്രൻ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിന് താഴെ ഇൻസൈഡ് UK ആപ്ലിക്കേഷനുണ്ട്, ഔട്ട്സൈഡ് UK ആപ്ലിക്കേഷനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ ആപ്ലിക്കബിൾ അത് എടുത്ത് ചെയ്യേണ്ടതാണ്. വിസയുടെ ടോട്ടൽ കോസ്റ്റ് വരുന്നത് £304 ആണ്. പിന്നെ ഇത് 1 to 2 വീക്സ് നോർമലി കിട്ടാറുണ്ട്. പിന്നെ ചിലർക്ക് അത് വേരി ചെയ്യാറുമുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻസൈഡ് ദ UK എന്നുള്ള ആ പോർഷനിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡു യു ഹാവ് കറണ്ട് യൂറോപ്യൻ യൂണിയൻ ES വിസ് പാസ്പോർട്ട് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോയാണ് ഇവിടെ കൊടുക്കുന്നത്. ഡു യു ഹാവ് UK ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എന്നും നമ്മുടെ എക്സ്പയർഡ് ആയെങ്കിൽ ഞാൻ യെസ് ആണ് ചൂസ് ചെയ്തത്. ഹാസ് യു ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എക്സ്പയർഡ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ യെസ് ആണ്. വെൻ ഡിഡ് യു ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് എക്സ്പയർ ആണ്. ഇത് എക്സ്പയർഡ് ലെസ് ദാൻ 18 months ago ആണ്. കണ്ടിന്യൂ. ഹാവ് യു എവർ പ്രൊവൈഡഡ് ഫിംഗർ പ്രിൻറ്റ് ഫോർ UK വിസ ആപ്ലിക്കേഷൻ. യെസ് ആണ്. കണ്ടിന്യൂ. ഈസ് യുവർ നെയിം ഓൺ ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് സെയിം ആസ് ഓൺ യുവർ കറന്റ് പാസ്പോർട്ട്. യെസ്. കണ്ടിന്യൂ. ഞാനിവിടെ പറയുന്ന ആൻസേഴ്സ് അല്ല എനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള, നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള നിങ്ങൾ ചൂസ് ചെയ്യണം കേട്ടോ. ഇനി ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ ID ചെക്കിന് വേണ്ടിയുള്ള ക്രൈറ്റീരിയാസ്, നമുക്ക് അതിനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണുള്ളതെന്നാണ് ഇവിടെ പറയുന്നത്. ID ചെക്ക് നമുക്ക് ആപ്പിലൂടെ നമുക്ക് ID ചെക്ക് ചെയ്യാവുന്നതാണ്. ഒക്ടോബർ 2020 മുമ്പ് അപ്ലൈ ചെയ്തിട്ടുള്ളവർക്ക് നമുക്ക് സൈൻ ഇൻ ഡീറ്റെയിൽസ് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഞങ്ങൾക്ക് സൈൻ ഇൻ ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ സൈൻ ഇൻ ആണ് ചൂസ് ചെയ്തത്. വൈറ്റ് ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഡു യു യൂസ് ടു സൈൻ ഇൻ യുവർ. അപ്പോൾ ഞാൻ പാസ്പോർട്ടാണ് യൂസ് ചെയ്തത്. ഇവിടെ പാസ്പോർട്ട് നമ്പർ കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇവിടെ കുറേ ക്രൈറ്റീരിയാസ് ഉണ്ട്. എന്തൊക്കെയാണ് നമ്മൾ കംപ്ലീറ്റ് ഐഡൻറ്റിറ്റി, പ്രിപ്പയർ ആപ്ലിക്കേഷൻ, പേ ആൻഡ് സബ്മിറ്റ് ആപ്ലിക്കേഷൻ, പ്രൊവൈഡ് എവിഡൻസ്, പിന്നെ സബ്മിഷൻ ഓഫ് ആപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ആദ്യമാണ് ഐഡൻറ്റിറ്റിയിലേക്കാണ്. അപ്പോൾ നമ്മളിന്ന് അപ്ലൈ ആസ് എ സ്പൗസ് ഓഫ് പാർട്ണറാണ്. ഇവിടെ നിങ്ങൾ വായിച്ച് നോക്കുക, എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. ഹാസ് യുവർ സ്പൗസ് ഓഫ് പാർട്ണർ അപ്ലൈ ടു വർക്ക് ഓർ സ്റ്റഡി ഇൻ ദി UK. അത് യെസ് ആണ്. ഞാൻ എസ് ചൂസ് ചെയ്ത പാർട്ട് റെക്കോർഡായിട്ടുണ്ടായിരുന്നില്ല. ആക്ച്വലി അതിൻ്റെ ആൻസർ എനിക്ക് എസ് ആണ്. ഈസ് യുവർ പാർട്ണർ ഇൻ ദ UK നൗ. യെസ്. കണ്ടിന്യൂ. വാസ് യുവർ സ്പൗസ് ഓഫ് പാർട്ണർ ഇൻ ദ UK വെൻ ദേ അപ്ലൈഡ്. യെസ് ആണ് എനിക്ക്. എസ് ചൂസ് ചെയ്യുന്നു. വാട്ട് വിസ ഹാവ് ദേ അപ്ലൈഡ് ഫോർ. ഇവിടെ സ്കിൽഡ് വർക്ക് വിസയാണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. കണ്ടിന്യൂ. ഹാസ് യുവർ പാർട്ണർ ബീൻ ഇൻഫോം ദേ ആർ എലിജിബിൾ ഫോർ ഹെൽത്ത് കെയർ വിസ. യെസ്. കണ്ടിന്യൂ. ഇനി ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ചേഞ്ച് ചെയ്യേണ്ടതാണ്. കണ്ടിന്യൂ. ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത് കൺഫേം യുവർ ഐഡൻറ്റിറ്റിയാണ്. ഇത് ഞാൻ പറഞ്ഞതുപോലെ മറ്റേ ID ചെക്ക് ആപ്പിലാണ് നമ്മൾ ചെയ്യുക. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കിയിട്ട് അത് ഫോളോ ചെയ്യുക. ഫോളോ ചെയ്ത ശേഷം നിങ്ങൾക്ക് തിരിച്ച് ഈ ആപ്ലിക്കേഷനിലേക്ക് വരാവുന്നതാണ്. ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റാത്തവർക്ക് നിങ്ങൾ ബയോമെട്രിക്സ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ അപ്പോയിൻമെൻറ്റ് എടുത്ത് വൺ ഓഫ് ദി വിസ സെൻറ്ററിൽ നിങ്ങൾ പോകേണ്ടതാണ്. കണ്ടിന്യൂ. ഡസ് യുവർ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റ് ഹാവ് എ ബയോമെട്രിക് ചിപ്പ്. യെസ് ആണ്. ഞാൻ നമ്മുടെ BRP ആണ് യൂസ് ചെയ്യുന്നത്. അതിലൊരു ചിപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ യെസ് ആണ് ചൂസ് ചെയ്തത്. ചെക്ക് യു ഹാവ് ദ റൈറ്റ് സ്മാർട്ട് ഫോൺ. ഡു യു ഹാവ് ആക്സസ് ടു വൺ ഓഫ് ദീസ് ഫോൺസ്. അതവിടെ ചോദിച്ചിട്ടുണ്ട്. 7 or ന്യൂവർ മോഡൽ വേണം. യെസ് ആയതുകൊണ്ട് യെസ് ചൂസ് ചെയ്തു. കണ്ടിന്യൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഈ ID ചെക്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. നിങ്ങൾക്കിവിടെ QR കോഡ് സ്കാൻ ചെയ്തും ആ ആപ്പിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റ് പോകാവുന്നതാണ്. ID ചെക്ക് ഇവിടെ കൺഫേം ആയിട്ടുണ്ട്. അപ്പോൾ സബ്മിഷന് ശേഷം വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ലിങ്കിങ് കോഡ് ഫോർ ഫാമിലി മെമ്പേഴ്സ്. വിൽ എനി അതർ ഫാമിലി മെമ്പേഴ്സ് ബി അപ്ലൈങ് ടു കം ടു ദ UK. നോയാണ്. കണ്ടിന്യൂ. നിങ്ങൾക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ചൂസ് ചെയ്യുക. ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇമിഗ്രേഷൻ അഡ്വൈസർ ഡീറ്റെയിൽസ് ആണ്. ഐ യു യൂസിങ് ആൻ ഇമിഗ്രേഷൻ അഡ്വൈസർ ബേസ്ഡ് ഇൻ ദി UK. നോ. കണ്ടിന്യൂ. ചെക്ക് യുവർ ആൻസേഴ്സ്. കണ്ടിന്യൂ. ഇനി നെക്സ്റ്റ് വരുന്ന കോൺടാക്ട് പ്രിഫറൻസസ് ആണ്. ഇവിടെ നിങ്ങൾ ആരാണോ ആപ്ലിക്കൻ്റ് അവരുടെ ഇമെയിൽ ID അതുപോലെ തന്നെ അവരുടെ ഫോൺ നമ്പറും അവരുടെ അഡ്രസ്സുമാണ് ഇവിടെ കൊടുക്കേണ്ടത്. കണ്ടിന്യൂ. ഇവിടെ നിങ്ങളുടെ പോസ്റ്റ് കോഡ്, അതായത് ആരാണോ ആപ്ലിക്കൻ്റ് അവരുടെ ഡീറ്റെയിൽസ് കേട്ടോ.
അതർ നെയിംസ് ആൻഡ് നാഷണാലിറ്റീസ്. എനി അതർ നെയിംസ് ഉണ്ടെങ്കിൽ അത് യെസ് ആണെങ്കിൽ യെസ്, നോ ആണെങ്കിൽ നോ. കണ്ടിന്യൂ. ഈ നെക്സ്റ്റ് പാർട്ട് യുവർ ഐഡൻറ്റിറ്റി കാർഡാണ്. ഇതിൽ നോൺ UK ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ID കാർഡ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളതുകൊണ്ട് ഇന്ത്യൻ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്തിരിക്കുന്നത്. ബട്ട് നമ്മൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യാൻ പാടില്ല. അപ്പോൾ നമ്മൾ പാർട്ട് 1 കംപ്ലീറ്റ് ആയി. ഇനി പാർട്ട് 2 പ്രിപ്പയർ ദ ആപ്ലിക്കേഷനാണ്. വേർ ഇസ് ബിബിൻ ജോസഫ് അപ്ലൈയിങ് ഫ്രം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് UK നിന്നായതുകൊണ്ട് ഇവിടുത്തെ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. കണ്ടിന്യൂ. ഇനി നമ്മൾ നെക്സ്റ്റ് പോകുന്നത് ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് ആണ്. ഡു യു ഹാവ് കറണ്ട് UK വിസ എന്നുള്ളത് യെസ് ആണ്. വാട്ട് എൻട്രി ക്ലിയറൻസ് പെർമിഷൻ ടു സ്റ്റേ ഇൻ ദ UK ഡു യു ഹാവ്. സ്കിൽഡ് വർക്കർ വിസ റൂട്ട് എന്നാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടിന്യൂ. അതർ ഹോം ഓഫീസ് ആപ്ലിക്കേഷൻ എന്തെങ്കിലും ആണ് ഇവിടെ ചോദിക്കുന്നത്. എനിക്ക് നോ ആയതുകൊണ്ട് ഞാൻ നോ ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂ. ആൻസേഴ്സ് എല്ലാം ചെക്ക് ചെയ്യുക. കണ്ടിന്യൂ. നെക്സ്റ്റ് ആപ്ലിക്കൻറ്റിൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. മെയിൽ. കണ്ടിന്യൂ. കൺട്രി ഓഫ് ബർത്ത്. കണ്ടിന്യൂ. നെക്സ്റ്റ് ആപ്ലിക്കൻറ്റിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. കണ്ടിന്യൂ. നിങ്ങളുടെ അഡ്രസ്സ്, പിന്നെ എബൌട്ട് യുവർ ഹോം, നിങ്ങളത് ഓൺ ചെയ്യുന്ന റെൻറ്റ് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ചൂസ് ചെയ്യുക. നെക്സ്റ്റ് നമ്മുടെ പ്രീവിയസ് അഡ്രസ്സസ് എന്തൊക്കെയാണെന്നാണ്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടുള്ള എല്ലാ UK അഡ്രസ്സസും എൻ്റർ ചെയ്യേണ്ടതാണ്. നെക്സ്റ്റ് എൻ്റർ ചെയ്യാമാണ് ആപ്ലിക്കൻറ്റിൻ്റെ പാർട്ട്ണറിൻ്റെ ഡീറ്റെയിൽസ് ആണ്. റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്. കണ്ടിന്യൂ. കറണ്ട് പാർട്ട്ണറുടെ ഡീറ്റെയിൽസ്. കണ്ടിന്യൂ. ഹാസ് യുവർ പാർട്ട്ണർ എവർ ബീൻ നോൺ ബൈ എനി അതർ നെയിം. ആപ്ലിക്കബിൾ ആയിട്ട് ചൂസ് ചെയ്യുക. കണ്ടിന്യൂ. പാർട്ട്ണറിൻ്റെ ടെലിഫോൺ നമ്പർ. കണ്ടിന്യൂ. പിന്നെ പാർട്ട്ണറിൻ്റെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുക. കണ്ടിന്യൂ. അവരുടെ പാർട്ട്ണറായിട്ട് ഇവിടെ നിൽക്കാൻ പെർമിഷൻ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത്. ആപ്ലിക്കബിൾ ആയിട്ട് ചൂസ് ചെയ്യുക. കണ്ടിന്യൂ. Have you and partner lived in the UK continuously since you were given permission to stay as a partner? ഏതാണ് ആപ്ലിക്കബിൾ ചൂസ് ചെയ്യുക. കണ്ടിന്യൂ. നെക്സ്റ്റ് ആപ്ലിക്കൻറ്റിൻ്റെ പേരൻസിൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ എൻ്റർ ചെയ്യുക. അച്ഛൻ്റെ അമ്മയുടെ എല്ലാം ഫുൾ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വേണം. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് യുവർ പേരൻ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ഡീറ്റെയിൽസ് അറിയാമെങ്കിൽ രണ്ടും എൻ്റർ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് പേരൻ്റ് ഡീറ്റെയിൽസ്, പിന്നെ നമ്മൾ സെക്കൻഡ് പേരൻ്റ് ഡീറ്റെയിൽസ്, അങ്ങനെയാണ് എൻ്റർ ചെയ്ത് പോകണം. അത് കംപ്ലീറ്റ് ചെയ്ത ശേഷം പീപ്പിൾ അപ്ലൈയിങ് വിത്ത് യു ആണ് വരുന്നത്. ഇവിടെ ചോദിക്കുന്നത് മെയിൻ ആപ്ലിക്കൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് ഇവിടെ മെയിൻ ആപ്ലിക്കൻറ്റ് ഞാനായിരുന്നു, എൻ്റെ ഹസ്ബൻഡാണ് പാർട്ട്ണർ. അപ്പോൾ എൻ്റെ ഡീറ്റെയിൽസാണ് ഇവിടെ വരുന്നത്. UN നമ്പർ ഉണ്ടോ ചോദിക്കുന്നുണ്ട്. ഞാൻ UN നമ്പർ ഇല്ലാന്നാണ് ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് UN നമ്പർ അറിയാമെങ്കിൽ അത് ചൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ ESTR ബയോമെട്രിക് റെസിഡൻസ് പെർമിറ്റ് കാർഡ് നമ്പർ അറിയാമെന്നുള്ള ഓപ്ഷനാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂ. ഇവിടെ ഞാൻ എൻ്റെ ബയോമെട്രിക്കിൻ്റെ ഡീറ്റെയിൽസാണ് എൻ്റർ ചെയ്തിരിക്കുന്നത്. കണ്ടിന്യൂ. ഡിപ്പെൻഡൻറ്റിൻ്റെ കൂടെ ഡിപ്പെൻഡൻറ്റ് ചിൽഡ്രൻ അപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എസ് ചൂസ് ചെയ്യാം. കണ്ടിന്യൂ. നെക്സ്റ്റ് കണ്ടിന്യൂ ചെയ്യാമെന്ന് പാർട്ട്ണർ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ലേറ്റസ്റ്റ് ആയി കയ്യിലുണ്ടായിരുന്ന COSL നമ്പറും SOC കോഡുമാണ് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അത് എക്സ്പയർഡ് ആയെങ്കിലും ഞാൻ അത് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. വർക്ക് സ്റ്റാർട്ട് ഡേറ്റും വർക്ക് എൻഡ് ഡേറ്റും ഞാൻ യൂസ് ചെയ്തിരിക്കുന്നതും സെയിം COSL ഉള്ള ഡേറ്റ്സ് തന്നെയാണ്. ഇമിഗ്രേഷൻ സാലറി ലിസ്റ്റിൽ ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കുന്ന ഓപ്ഷൻ ഞാൻ നോ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. ഇനി മെയിൻ്റെനൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. സാൽബി സെബാസ്റ്റ്യൻസ് എംപ്ലോയർ അഗ്രീഡ് ടു സർട്ടിഫൈ യുവർ ഫിനാൻഷ്യൽ മെയിൻ്റെനൻസ്. സ്പോൺസർഷിപ്പിലുള്ളത് കൊണ്ട് ഞാൻ എസ് ആണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്.
ഇനി നെക്സ്റ്റ് വരുന്ന ട്രാവൽ ഹിസ്റ്ററിയാണ്. ടൈം ഇൻ ദ UK യും ടൈം ഔട്ട്സൈഡ് ദ UK യും ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾ ഇവിടെ കൊടുക്കണം. നിങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ന് തൊട്ട് എന്ന് വരെയാണെന്നുള്ളത് നിങ്ങളുടെ പാസ്പോർട്ടിൽ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്ന ഡേറ്റ്സ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ഞങ്ങൾ അങ്ങനെ ആ ഡേറ്റ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും കൺട്രി നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്യണം. ഞങ്ങൾ പോകാത്തതുകൊണ്ട് നമുക്ക് 0 ആണ്. കണ്ടിന്യൂ. നെക്സ്റ്റ് വേൾഡ് ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെങ്കിൽ ഉണ്ട്, അല്ലെങ്കിൽ ഇല്ല. കണ്ടിന്യൂ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഇൻ ദ UK യെസ് ഓർ നോ ഏതാണോ ആപ്ലിക്കബിൾ അത് ചൂസ് ചെയ്യുക. കണ്ടിന്യൂ. നാഷണൽ ഇൻഷുറൻസ് നമ്പർ അതിവിടെ നിങ്ങൾ ആപ്ലിക്കൻ്റെ നാഷണൽ ഇൻഷുറൻസ് നമ്പറാണ് എൻ്റർ ചെയ്യേണ്ടത്. കണ്ടിന്യൂ. നെക്സ്റ്റ് ഡു യു ഹാവ് എ UK ഡ്രൈവിംഗ് ലൈസൻസ്? യെസ്. കണ്ടിന്യൂ. ഇവിടെ നിങ്ങൾ ലൈസൻസ് നമ്പർ എൻ്റർ ചെയ്യുക. പബ്ലിക് ഫണ്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടോയെന്നാണ്. ഞങ്ങൾക്ക് നോയാണ്, അതുകൊണ്ട് കണ്ടിന്യൂ. ഇനി നെക്സ്റ്റ് ക്രിമിനാലിറ്റി റെക്കോർഡ്സ് ആണ്. അത് ഫുള്ള് നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതിന് ഏതാണ് നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അത് ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും കൺട്രിയിൽ വിസ റിഫ്യൂസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഇവിടെ ഫുൾ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾ നിങ്ങളുടെ ആൻസേഴ്സ് ചെക്ക് ചെയ്യുക. കണ്ടിന്യൂ. ഇനി നെക്സ്റ്റ് പാർട്ട് അക്കൗണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ അതിന് നിങ്ങൾ ആൻസർ, അതായത് മെമ്മറബിൾ ക്വസ്റ്റ്യൻസോ ആൻസേഴ്സാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾ റീഡ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക. നെക്സ്റ്റ് ഡിക്ലറേഷൻ പാർട്ടാണ്. നിങ്ങൾ റീഡ് ചെയ്തിട്ട് കൺഫേം ചെയ്യുക. കണ്ടിന്യൂ. ഞാൻ എവിഡൻസസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അവർക്ക് എന്തെങ്കിലും ആപ്ലിക്കേഷൻ റിവ്യൂ ചെയ്ത ശേഷം എവിഡൻസസ് വേണമെങ്കിൽ അവർ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതാണ്. ഞാൻ അല്ലാതെ വേറെ എവിഡൻസസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇനി നെക്സ്റ്റ് വരുന്നത് പേയ്മെൻ്റ് ആണ്. കണ്ടിന്യൂ. ഒരു സർവീസ് മാത്രമേ, സ്റ്റാൻഡേർഡ് സർവീസ് മാത്രമേ ഇവിടെ ചൂസ് ചെയ്യാൻ വേണ്ടി ഉള്ളായിരുന്നു. അത് 304 പൗണ്ടാണ് വരുന്നത്. ഫാസ്റ്റ് ട്രാക്കിൻ്റെ ഓപ്ഷൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. കണ്ടിന്യൂ. ഇനി നമ്മുടെ പേയ്മെൻറ്റ് കഴിഞ്ഞു. ഇനി നമ്മൾ ആപ്ലിക്കേഷൻ ഇവിടെ സബ്മിറ്റ് ആവുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.